നമസ്കാരം. കൈനീട്ടി ഇരന്നും ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടും സ്വന്തം രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടും പാകിസ്ഥാൻ എന്ന തീവ്രവാദത്തിന്റെ വിളനിലം കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ടും അവസാനം രക്ഷയ്ക്കായി കാനഡയുടെ പടിവാതിൽക്കൽ ചെന്ന് കയ്യേന്തിയിട്ടും അവിടെ നിന്നും കിട്ടി കിടിലനൊരടി. ലോകത്തിന്റെ മുന്നിൽ വീണ്ടും തലകുനിച്ച് പിച്ചച്ചട്ടി ഏന്തി നിൽക്കുന്ന പാകിസ്ഥാന്റെ കണ്ണു തുറപ്പിക്കുന്ന മറ്റൊരു നയതന്ത്ര നാടകം കൂടി അരങ്ങേറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കാൽക്കൽ അഭയം തേടേണ്ട പാക് ഭരണാധികാരികൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഭീകരവാദത്തെ നെഞ്ചിലേറ്റുന്നവന് കാലം കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് സിന്ധു നദീജല കരാർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അപമാനവും. സംഭവം എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക്. ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ പാകിസ്ഥാന്റെ ഉറക്കം പൂർണ്ണമായും കെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യ ഈ ശക്തമായ നടപടി സ്വീകരിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ നിർത്തിവെക്കാതെ ഇനി ചർച്ചകളോ വെള്ളമോ ഇല്ലെന്ന് ന്യൂഡൽഹി തീർത്തു പറഞ്ഞതോടെ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറി. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ കൃഷിഭൂമികൾ കരിഞ്ഞുണങ്ങുമ്പോൾ ഭീകരവാദത്തിന് പണം മുടക്കുന്ന പാക് ഭരണാധികാരികൾക്ക് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല. ഇതിനിടയിലാണ് രക്ഷ തേടി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ കാനഡയിലേക്ക് വെച്ചുപിടിച്ചത്. കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദിനെ കണ്ട് സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പാകിസ്ഥാൻ പരസ്യമായി അപേക്ഷിച്ചു. ജലത്തെ ആയുധമാക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ മുതലക്കണ്ണീരൊഴുക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാന്റെ ഈ നാടകങ്ങൾക്കൊന്നും വില കൽപ്പിക്കാൻ കാനഡ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കാനഡയുടെ വിദേശകാര്യമന്ത്രി ഈ വിഷയത്തിൽ വായ തുറക്കാനേ തയ്യാറായില്ല. സന്ദർശനത്തിന് ശേഷം കാനഡ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാകട്ടെ സിന്ധു നദീജല കരാറിനെ കുറിച്ചോ പാകിസ്ഥാന്റെ നിലവിളിയെക്കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ഇരു രാജ്യങ്ങളുടെയും സാധാരണ ഉഭയകക്ഷി ബന്ധം മാത്രമാണ് കാനഡ അതിൽ ഉൾപ്പെടുത്തിയത്. ചുരുക്കത്തിൽ കാനഡയുടെ മുന്നിലും പാകിസ്ഥാൻ അങ്ങേയറ്റം നാണം കെട്ട് തിരികെ പോകേണ്ടി വന്നു. അതുകൊണ്ട് പാകിസ്ഥാന്റെ രോഷവും വെപ്രാളവും ഇപ്പോൾ പരസ്യമായ ഭീഷണികളായി പുറത്തേക്ക് ചാടുകയാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരിയും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇന്ത്യക്കെതിരെ വിഷം വമിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കരാറിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ആവശ്യമെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാണെന്നുമാണ് ഇവരുടെ വീരവാദം. ജലം പാകിസ്ഥാന്റെ ദേശീയ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും ഏകപക്ഷീയമായി കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് അവകാശമില്ലെന്നും പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അത്തഉള്ള തരാറും കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്കുമൊക്കെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയെ വിറപ്പിക്കാമെന്ന വ്യാമോഹം നടക്കാതെ വരുമ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് കരച്ചിൽ നടത്തുന്ന ഈ കാപട്യം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. സിന്ധു നദീജല കരാർ ഒരിക്കലും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരില്ല. ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ. കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് യാതൊരു സമയപരിധിയുമില്ലെന്നും ഭരണകൂടം വ്യക്തമാക്കുന്നു. ജലക്ഷാമം രൂക്ഷമായിട്ടും സ്വന്തം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ വകയില്ലാതെ സാമ്പത്തികമായി തകർന്നടിഞ്ഞിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരവാദത്തെയാണ് നെഞ്ചിലേറ്റുന്നത്. കാനഡയുടെ മുന്നിൽ ചെന്ന് കയ്യേന്തിയിട്ടും അപമാനം മാത്രം മിച്ചം കിട്ടിയ പാകിസ്ഥാന് ഇന്ത്യയുടെ ഉരുക്കുപോലുള്ള ഈ തീരുമാനത്തിന് മുന്നിൽ മുട്ടുകുത്തുകയല്ലാതെ വേറെ വഴിയില്ല. ലോക ബാങ്കിനെയും വിദേശ ശക്തികളെയും കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഒന്നൊന്നായി പാളുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ വാദങ്ങൾക്ക് യാതൊരു പിന്തുണയും ലഭിക്കാതെ വന്നതോടെ ഇസ്ലാമാബാദ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന രാജ്യങ്ങളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരില്ലെന്ന വലിയ സന്ദേശമാണ് കാനഡ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് നൽകുന്നത്. കുടിവെള്ളത്തിനായി പിച്ചച്ചട്ടിയെടുത്ത് ലോകം മുഴുവൻ അലയുന്ന പാക് ഭരണകൂടം സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമില്ലെന്ന് എന്നാണോ മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്ന പാക് സൈന്യത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും സ്വന്തം ജനങ്ങൾ പോലും വോട്ട് നൽകില്ലെന്ന അവസ്ഥയായി മാറിക്കഴിഞ്ഞു.
വിശപ്പും ദാഹവും സഹിക്കാനാവാതെ സ്വന്തം ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ആഭ്യന്തര കലാപത്തിലേക്ക് കൂപ്പുകുത്തുന്ന പാകിസ്ഥാനെയാണ് വരും ദിവസങ്ങളിൽ ലോകം കാണാൻ പോകുന്നത്. ഇന്ത്യ തങ്ങളുടെ രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തരിശുഭൂമിയായി മാറുന്ന പാക് മണ്ണിൽ ഭീകരതയുടെ വിത്ത് വിതച്ചവർക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം തെറ്റുകളുടെ ഭീകരമായ പ്രഹരമാണ്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് അറിയാമെന്ന് തെളിയിച്ച നടപടിയാണ് സിന്ധു നദീജല കരാർ നിർത്തിവെച്ച സംഭവം. ഭീകരതയുടെ കരിനിഴൽ വീഴ്ത്തുന്ന ഭരണാധികാരികൾക്ക് ഇതിലും മികച്ചൊരു മറുപടി നൽകാനില്ല. സ്വന്തം പിഴവുകൾ തിരിച്ചറിയാതെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ നോക്കുന്ന പാക് തന്ത്രങ്ങൾ ഇനി ചെലവാകില്ല. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനോ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിവില്ലാത്ത പാക് ഭരണകൂടം ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അവസാനിപ്പിക്കാതെ സമാധാനം അർഹിക്കുന്നില്ല. ആഗോളവേദിയിൽ ഇന്ത്യ കൈവരിച്ച തന്ത്രപരമായ വിജയവും പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള തിരിച്ചടികളും വരും കാലങ്ങളിൽ പ്രതിരോധ വിദേശ നയങ്ങളിൽ പുതിയ ചരിത്രം കുറിക്കും. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഭാരതം ശത്രുക്കളുടെ എല്ലാ അനാവശ്യ സമ്മർദ്ദങ്ങളെയും തച്ചു തകർത്ത് മുന്നേറുകയാണ്. സ്വന്തം കുറ്റങ്ങൾ മറച്ചുവെക്കാൻ മറ്റുള്ള രാജ്യങ്ങളുടെ കാൽക്കൽ വീണ് ഇരക്കുന്നതിനേക്കാൾ പാകിസ്ഥാൻ ചെയ്യേണ്ടത് തങ്ങളുടെ മണ്ണിൽ നിന്ന് ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയുകയാണ്. അതില്ലാതെ ഇന്ത്യയിൽ നിന്നും ഒരു തുള്ളി വെള്ളമോ യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ചർച്ചകളോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സന്ദേശം പാകിസ്ഥാന് ലഭിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര വേദികളിലെ വിഫലമായ യാത്രകളും പണവും സമയവും നഷ്ടപ്പെടുത്തി നടത്തുന്ന ഇത്തരം നാടകങ്ങളും നിർത്താൻ പാക് ഭരണകൂടം തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കനത്ത പ്രഹരങ്ങളായിരിക്കും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വരിക. റവന്യൂ വരുമാനവും ആഗോള പ്രതിച്ഛായയും തകർന്ന് പൂർണ്ണമായും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന പാകിസ്ഥാന്റെ ചിത്രമാണ് ഇന്ന് ലോകം കാണുന്നത്. ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അത്രമേൽ കഠിനമായിരിക്കും എന്നതിന്റെ ആഗോള തെളിവായി സിന്ധു നദീജല കരാറിലെ ഈ നടപടി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ അനാവശ്യ ഭീഷണികൾക്കും കരച്ചിലുകൾക്കും പുല്ലുവില കൽപ്പിച്ച് സ്വന്തം സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഇന്ത്യയുടെ ഉരുക്ക് നിലപാടിനെ ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്നു. അയൽപ്പക്ക രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങിയ പാകിസ്ഥാന് സ്വന്തം കുഴി തങ്ങൾ തന്നെ തോണ്ടേണ്ടി വന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. യാചന കൊണ്ട് നയതന്ത്രം വിജയിക്കാമെന്ന ധാരണ തികഞ്ഞ മണ്ടത്തരമാണെന്ന് തെളിയിക്കുന്നതാണ് കാനഡയിലെ ഈ വൻ അപമാനം. ഇനിയെങ്കിലും അന്താരാഷ്ട്ര വേദിയിൽ കോമാളിവേഷം കെട്ടുന്നത് നിർത്തി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്താനാണ് പാക് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം സാമ്പത്തിക തകർച്ചയും പട്ടിണിയും മറച്ചുവെക്കാൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്ന പാകിസ്ഥാന്റെ സ്ഥിരം അടവുകൾ ഇനി ലോകത്തിന് മുന്നിൽ ഫലിക്കില്ല. ലോകശക്തികൾ പാകിസ്ഥാന്റെ വ്യാജ ആരോപണങ്ങൾക്ക് പുല്ലുവില പോലും നൽകില്ലെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ആഗോള നയതന്ത്ര തലത്തിൽ നടക്കുന്നത്. ഇന്ത്യ എന്ന വൻ ശക്തി തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയിലും വിദേശ നയത്തിലും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കൊപ്പം ലോകം നിൽക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായും ഒറ്റപ്പെട്ട യാചകരുടെ കൂട്ടമായി മാറിയിരിക്കുന്നു. പഴയ പോലെ വിരട്ടലുകളോ വ്യാജ സന്ദേശങ്ങളോ ഇന്ത്യയുടെ മുന്നിൽ ചെലവാകില്ലെന്ന തിരിച്ചറിവ് ഇപ്പോൾ പാക് നേതാക്കളുടെ ഓരോ പ്രസ്താവനയിലും പ്രകടമാണ്. ഇന്ത്യയെടുത്ത കർശനമായ തീരുമാനങ്ങൾ തിരിച്ചെടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുക എന്നതാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വൈകുന്ന ഓരോ നിമിഷവും പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമേ ചെയ്യൂ. ലോകവേദിയിൽ പാകിസ്ഥാൻ നേരിടുന്ന ഈ നാണം കെട്ട തിരിച്ചടിയെക്കുറിച്ചും ഇന്ത്യയുടെ ഉറച്ച നയതന്ത്ര നിലപാടിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.